ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട നിമിഷം മുതൽ അവിടെ അരാജകത്വമാണ്. ഒരു ഭരണകൂടം വീഴുമ്പോഴും സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല അവിടെ ഉണ്ടായത്. ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു വംശീയ ഉന്മൂലന ശ്രമമാണ് നമ്മളവിടെ കണ്ടത്. ഇത്രയും നാളും ഷെയ്ഖ് ഹസീനയുടെ ഉരുക്കുമുഷ്ടിയിൽ ഒതുങ്ങിയിരുന്ന ജമാഅത്തി ഇസ്ലാമി പോലുള്ള തീവ്ര സംഘടനകൾ ഇപ്പോൾ അഴിഞ്ഞാടുകയാണ്. അവരുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ഭയപ്പെടുത്തി ഓടിക്കുക, അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഇത്തവണ അവരുടെ കണക്കുകൾ പിഴച്ചിരിക്കുകയാണ്. പണ്ട് 1971 അല്ലെങ്കിൽ 2001 നടന്നതുപോലെ നിശബ്ദമായി സഹിക്കാൻ ഇത്തവണ ആരും തയ്യാറല്ല. ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ ഹിന്ദു സംഘടനകൾ സംഘടിച്ചു തുടങ്ങി. ഇനി ഒരടി പോലും പുറകോട്ടില്ല എന്ന പ്രഖ്യാപനവുമായി സനാതനധർമ്മ സംരക്ഷണ സമിതി പോലുള്ള സംഘടനകൾ രംഗത്തിറങ്ങി. ഇതാണിപ്പോൾ ബംഗ്ലാദേശിലെ തീവ്രവാദ